ആ എന്താണ് എന്തൊരു ഭയങ്കര മൂഡ് ഓഫ്. പെണ്ണുമൊക്കെ വെറുതിരിക്കുന്നുണ്ടല്ലോ. എന്തൊരു വൈഫ് ഇന്നലെ അവിടെ വീട്ടിൽ പോയി, ഒരു തരി ഉറങ്ങിയിട്ടില്ല. ഓ എല്ലാ ദിവസവും കൂടെ ഉണ്ടാക്കണ വൈഫ് ഒരു ദിവസം അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ വൈഫിനെ കാണാഞ്ഞിട്ട് എനിക്കെന്താ അത്ര അങ്ങോട്ട് പ്രിയമാണോ? അതല്ല, അവള് വീടും പൂട്ടി താക്കോലെടുത്തിൻ്റെ വീട്ടിലേക്ക് പോയത്. ഞാൻ പിന്നെ പുറത്ത് ഇരുന്ന് കൊതുകടിയും കൊണ്ട് ചൂട്. ഓ അങ്ങനെ ഒട്ടും ഉറങ്ങിയിട്ടില്ലെന്ന്. അത് ഈച്ചയും കൊതുകെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഈച്ചയാണെങ്കിൽ മൊത്തത്തിൽ നമ്മളെ ചെക്ക് ചെയ്യുകയും ചെയ്യും, കൊതുകാണെങ്കിൽ നമ്മുടെ രക്തവും കുടിക്കും. രണ്ടും ഡോക്ടർമാരാണ് അല്ലേ? മൊത്തത്തിൽ എനിക്ക് കഷ്ടകാലമാണ്. വല്ലാത്തൊരു പ്രശ്നമാണ് അല്ലേ? അപ്പം ആ ഗ്രൂപ്പിലും ഇല്ലല്ലോ നമ്മുടെ. നീ ഗ്രൂപ്പിൽ ലെഫ്റ്റ് അടിച്ചതല്ല, അവരെന്നെ റിമൂവ് ചെയ്ത്. എന്താ എടാ നമ്മുടെ പിന്നെ ഒരു മൂക്കുത്തിയിട്ടൊരു പെണ്ണുണ്ടല്ലോ, സുമതി. സുമ. ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോഴേ അത് കണ്ടതല്ലേ, നൈസ് മുക്കുത്തി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുകൊടുത്തു. കമൻറ്റ് ചെറിയൊരു അക്ഷരം മാറിപ്പോയി, നൈസ് മുതുക്കി എന്നായിരുന്നു ഞാൻ ഇട്ടത്. അപ്പോൾ അവരത് അഡ്മിൻ നമ്മൾ റിമൂവ് ചെയ്ത്. മൂക്കുത്തി എന്നുള്ളത് മുതുക്കി എന്നായി പോയാൽ പിന്നെ സംഭവിക്കാവുന്നതല്ലേ, ഇത് ഒരു അക്ഷരം മാറിപ്പോണല്ലേ. വാടാ എന്താണിത് പതിവില്ലാതെ? ചേട്ടാ ഞാൻ കല്യാണം വിളിക്കേണ്ടി വന്നത്. എന്റെ കല്യാണം ഉറപ്പിച്ച് ഏതാ പ്രേമിച്ച പെണ്ണിനെ? അവളെ എന്നെ തേച്ചില്ലേ, ഞാൻ വേറെ 3 തേച്ച് കഴിഞ്ഞ് എനിക്കിട്ട് കിട്ടിയിട്ട് 3 തേപ്പ്. ഇതൊന്നുമല്ല, വീട്ടിലെ അച്ഛനും അമ്മയും കൂടി ഒറ്റക്കാലിലേക്ക് കെട്ടിക്കണം എന്നിട്ട് ഞാൻ എന്തായാലും കെട്ടാൻ തീരുമാനിച്ചു. പിന്നെ ഈ വരുന്ന 1-ാം തീയതിയാണ് കല്യാണം. ഏട്ടാ കല്യാണത്തിന് വന്നേക്കണം. പെണ്ണിനെ മനസ്സിലായ? മറ്റേ കോന്നത്ത് മോഹൻജയന്റെ മോള്. മോഹനന്റെ മോളെ? ഞാനെങ്ങനെ അറിയണേ മോഹന്റെ മോളെ? എന്താ നിനക്കറിയില്ലേ? മോഹനെ എനിക്കറിയില്ലേ? അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം വിളിക്കും, സംഭാവന ഞാൻ കൊടുക്കണോ? അല്ല, മോഹന്റെ മോളെ മായ അറിയാന്ന് പറഞ്ഞാണ്. അതിപ്പോ നല്ല ബന്ധമാണല്ലോ. നീ എന്നിട്ട് ആ റെയിൽവേ ട്രാക്കിൽ തലവെച്ച് കിടന്നെന്ന് പറഞ്ഞു. അത് കിടന്ന് മറ്റേ ഇവിടെ തേച്ചപ്പാ. എടാ അതിന്റെ ഒക്കെ മുകളിൽ തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ ട്രെയിൻ മോളിൽ കൂടി കയറി പോകൂലേ? ഇത്രയും വലിയ ഫ്ലൈറ്റിന്റെ മേളിൽ കൂടി കയറിപ്പോയിട്ട് എനിക്കൊന്നും പറ്റില്ല. പിന്നെയാണ് ഈ ട്രെയിൻ. എന്തായാലും ചേട്ടാ ഞാൻ 3-4 കല്യാണാലോചന എനിക്ക് വന്നു. എല്ലാം മുടങ്ങിപ്പോണെന്ന് ഓരോരോ കാരണം. എന്താടാ അറിയില്ല, എന്താന്നറിയില്ല. ഇതെന്തായാലും ഞാൻ കെട്ടിയിരിക്കും. ഞങ്ങൾ ഈ നടക്കാവ് സെലക്ട് എന്ന് പറഞ്ഞൊരു കമ്പനി നടത്തുന്നത്. എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ടാവും, കാരണം ഒരുപാട് ബിസിനസ് ഉള്ളത്. ഒന്നല്ല, പല 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 ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ഈ മുതലാളി വെച്ചാൽ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കും, മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ ഒരു താല്പര്യം എന്തെങ്കിലും സേവനം ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് ഈ വെറുതെ ഒരാൾക്ക് പൈസ കൊണ്ടേ കൊടുത്താൽ ശരിയാവുമോ? ചേട്ടൻ മേടിക്കുമോ അത്? പക്ഷെ അങ്ങനെ ഒരുപാട് ആൾക്കാർ മേടിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മളതില്ല. ചെറിയൊരു ഗെയിം, ചിലപ്പോൾ ചോദ്യോദ്യമൊന്നുമല്ല, ചെറിയ വളരെ നിസ്സാരമായ ഒരു ഗെയിം. ആ ഗെയിം വിജയിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ എവിടെയെങ്കിലും കൊണ്ടുപോകും ഞങ്ങൾ. ടൂർ പോകുന്ന വെച്ചാൽ ഭക്ഷണം, താമസം, ട്രാവലിംഗ് എല്ലാം ഫ്രീ. ഇവിടെ വന്ന് കൊണ്ടുപോകും, തിരിച്ചിവിടെ ഇറക്കി വിടും. അയ്യോ അത് പറ്റില്ല സഹോദര, ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ. ചേട്ടൻ വിജയിച്ചാൽ ചേട്ടന് പോകാം, ഭാര്യ വിജയിച്ചാൽ ഭാര്യയ്ക്ക് പോകാം. എന്റെ ഭാര്യ വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂട്ടത്തിൽ പോകാൻ പറ്റും. അതെങ്ങനെ പോകാൻ പറ്റും? അവന്റെ ഭാര്യയോടൊപ്പം നീ എന്തിനാ പോണത്? പുള്ളിക്ക് പോകാൻ പറ്റില്ലെന്നല്ല പറഞ്ഞു, എനിക്ക് പോകണ എന്താ കുഴപ്പം? നിനക്കെന്താ കുഴപ്പം? സിംഗിൾ ആയിട്ട് പോകാൻ പറ്റും. എന്താണ് കുഴപ്പം ഇത്ര? അല്ല അതെ ബഹളം വേണ്ട. അത് വിജയിക്കുന്ന ആരോ അവർക്ക് പോകാം. ഇപ്പൊ അങ്ങേരുടെ ഭാര്യ വിജയിച്ചു, ആ കൂടെ ചേട്ടനെ വിജയിച്ചാൽ നമുക്ക് പോകാം. ഞാൻ ചോദിച്ചുള്ളൂ, അത് കുഴപ്പമില്ല. പക്ഷെ 2 പേർക്ക് ഒരുമിച്ച് പറ്റില്ല. ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല. സിംഗിൾ ആയിട്ടല്ലേ? സിംഗിൾ ആയിട്ട് പറ്റുള്ളൂ. ഹലോ, ഗെയിം വെച്ചാൽ 1 മുതൽ 100 വരെയുള്ള അക്കങ്ങളുണ്ടല്ലോ, അതിൽ ഞങ്ങളിവിടെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരക്കം മനസ്സിൽ വിചാരിക്കുക, മനസ്സിലായോ? ആ അക്കം ഞങ്ങളിവിടെ എഴുതി വെച്ചിരിക്കുന്നതും സെയിം ആണെങ്കിൽ നിങ്ങൾ വിജയിച്ചു. എടാ മനസ്സിലായോ നിനക്ക്? മനസ്സിലായ? ഇല്ല. എടാ അവരുടെ ബുക്കിൽ ആദ്യം അവരൊരു സംഖ്യ എഴുതി വെക്കും, എന്നിട്ട് നമ്മളൊരു സംഖ്യ ആലോചിക്കാൻ പറയും. അപ്പൊ നമ്മൾ ആലോചിക്കുന്ന സംഖ്യയും അവരെഴുതിയ സംഖ്യയും തുല്യമാണെങ്കിൽ, ഒന്നാണെങ്കിൽ നമുക്ക് ടൂർ പോവാം. ഈ 3 ദിവസവും ഊട്ടിയും മൈസൂറും ബാംഗ്ലൂരും മൂന്നാറും ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 3 days. അപ്പൊ ഫുഡ് കട എല്ലാം ഫ്രീ. 5 സ്റ്റാർ അല്ല, ചുമ്മാ ഡൂക്കിലി ഹോട്ടലൊന്നല്ല കൊണ്ടുപോകുന്നത്, 5 സ്റ്റാർ. അപ്പൊ നിങ്ങൾ വന്നു ഞങ്ങൾ വരുമോ? അല്ലെങ്കിൽ ഒന്നും വേണ്ട, വണ്ടി ഇവിടെ വന്ന് നിങ്ങൾ കെട്ടിക്കൊണ്ട് പോകുള്ളൂ. ഇവിടെ തിരിച്ച് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ തിരിച്ചിറക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ വരെ കട്ടിലിന്റെ പണി നടക്കുന്നുണ്ട്. ഇനിയിപ്പോ തലോണ വാങ്ങിക്കണം, പിന്നെ ഒരു ബെഡ് വാങ്ങിക്കണം, പുതപ്പ് മേടിക്കണം. അപ്പൊ എല്ലാം
ഏതായാലും നമുക്ക് മത്സരിക്കാം. നിങ്ങളെല്ലാം വീട്ടുകാരായിരിക്കും അല്ലേ? ഇല്ല, ഇത് വീട്ടുകാരാണെന്ന് ചോദിച്ചാൽ വീട്ടുകാരാണ്, വീട്ടുകാരല്ലേന്ന് ചോദിച്ചാൽ വീട്ടുകാരും അല്ല. ഓഹോ, ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. മക്കള് ചേച്ചി എവിടെ നിന്ന്? സുമേ സുമേ സുമേന്ന് ഞാൻ വിളിക്കൂലേ? അല്ല, അത് ഞാൻ വിളിച്ചതേ ഉള്ളൂ. നീ വിളിച്ചപ്പോ ഉമ്മയെന്നാണല്ലോ കേട്ടത്. അല്ലല്ല, അത് ഞാൻ വിളിച്ചപ്പം മറ്റേ വെള്ളി വീണോ. സുമേ സുമേ ഞാൻ വിളിച്ചോളാം. ആ എടുത്തേ, നമ്മുടെ ഈ സെലക്ട് കമ്പനി അവര് നമ്മളെ ടൂർ കൊണ്ടുപോകാൻ വേണ്ടി വന്ന് വിളിച്ചേക്കണേ. ആടി അവര്, അതായത് നമുക്ക് ലക്കിയാണ്, നമ്മൾ പോകാൻ റെഡിയാണെങ്കിൽ സിംഗിളായിട്ട് നമുക്ക് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, ബാംഗ്ലൂരൊക്കെ പോവാം. ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല. ഒരാൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു, അയാൾ ജയിക്കുന്നു, അയാളെ കൊണ്ട് കമ്പനിക്കാർ പോകുന്നു. ഒറ്റയ്ക്കല്ല, വേറെ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. വേറെ ആൾക്കാരുണ്ട്, വേറെ ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ജയിക്കണമെങ്കിൽ എന്നെ മാത്രം കൊണ്ടുപോകും. ചേട്ടൻ പറ്റില്ല. നീ ജയിച്ചാൽ നിന്നെ കൊണ്ടുപോകും, ഞാൻ ജയിച്ചാൽ എന്നെ കൊണ്ടുപോകും. ഞാൻ പണം കൊണ്ട് നീ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ പോകുമ്പോ നിങ്ങളും വിഷമിക്കണ്ട. ഈ ഗെയിമിനെ കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം. നേരത്തെ അവരോട് പറഞ്ഞാണ്, പക്ഷേ ചേച്ചി കേട്ടില്ലല്ലോ. ഇല്ല, എനിക്കറിയാം. നമ്മൾ 1 മുതൽ 100 വരെ ഇവിടെ കുറേ നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ മനസ്സിൽ ഓർക്കുക, ആ ചേച്ചി പറയണം. ആ നമ്പർ ഇവിടെ ഉണ്ടെങ്കിൽ ചേച്ചി വിജയിച്ചു. അപ്പോൾ ചേച്ചിക്ക് ടൂറിന് പോവാം. ലക്കി ചെയ്യണി, ലക്കി ചെയ്യണി. അതെ. അത് പിന്നെ ചേട്ടനാണ് പറയുന്നെങ്കിൽ ചേട്ടൻ വിജയിച്ചു. എനിക്കൊരു ഭാഗ്യം കിട്ടാത്ത ഒരാളാണ് ഞാൻ. അല്ല, അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഭാഗ്യം എപ്പോഴാണ് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? വീട്ടിലുള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും മത്സരിക്കാം. പിന്നെ എല്ലാവർക്കും മത്സരിക്കാം. പക്ഷെ ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ഓർത്തണം കേട്ടോ. വിചാരിക്കും പെട്ടെന്ന് വിചാരിച്ചല്ലോ. വിചാരിച്ചു. അപ്പോൾ ആ നമ്പർ ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ് നമ്മളിനി അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഈശ്വരനൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുക. വിജയിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ടൂർ പോകാൻ പറ്റും അല്ലേ? നമ്പർ പറഞ്ഞോളൂ. 6. ചേച്ചി പറഞ്ഞ നമ്പർ 6 ചേച്ചി പറഞ്ഞ നമ്പർ 6. നമ്മളിവിടെ എഴുതിയ നമ്പർ 9 ആയിപ്പോയി. ചാൻസ് നഷ്ടപ്പെട്ടു. എന്നാ ചെയ്യാനാ ചേച്ചി? എനിക്ക് ഇതിനുള്ള ഭാഗ്യം. എന്നാ ചെയ്യാനാ ചേച്ചി? അത് ഞാനൊന്ന് വിചാരിക്കട്ടെ. ചേട്ടൻ വിചാരിക്കാമല്ലോ, പിന്നെന്താ? ചേട്ടൻ വിചാരിച്ചോളൂ. വിചാരിച്ചു. അപ്പൊ എല്ലാം മനസ്സിലൊക്കെ പോകാനുള്ള എല്ലാം പ്ലാൻ ചെയ്തിട്ടാണോ വിചാരിച്ചത്? ഇവളില്ലല്ലോ, ഇനി ഞാൻ വിചാരിച്ചു. അപ്പൊ ഹാപ്പി ആയിട്ട് പോകാം അല്ലേ? ജയിച്ചാലും ഒറ്റക്കല്ലേ ഒറ്റയ്ക്ക് പോകാൻ പറ്റുള്ളൂ. നീ തോറ്റേന് ഞാൻ എന്നെയാണടി. ചേട്ടൻ നമ്പർ പറഞ്ഞോളൂ. വിജയിച്ചാൽ 10. ചേട്ടനാണോ ഭാഗ്യം നമുക്കറിയാം. ചേട്ടനാണോ ഭാഗ്യം? ചേച്ചി ചേട്ടൻ ഒറ്റയ്ക്ക് പോയി അല്ലല്ല, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അസുഖപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് നോക്കാം. ചേട്ടൻ നമ്പർ തിരിഞ്ഞു പോയെന്ന്. അയ്യോ, നേരെ ഇപ്പഴായിരുന്നെങ്കിൽ എന്തോ ആവശ്യമാണ്. ചേട്ടന്റെ ഇതാണ് ഭാഗ്യമില്ല ചേട്ടാ, ഭാഗ്യമില്ല. ചേട്ടൻ ഒരു ലോട്ടറി എടുക്കണം. ഒരു പ്രാവശ്യം കൂടി. അയ്യോ, ഒന്നേ പറ്റൂ. സോറി. അതെ, ഞാൻ വിചാരിക്കട്ടെ. ഇനി അടുത്ത വിചാരിക്കാം. ഇനി ഇവരെ പോലെ ആകരുത്. ചേട്ടൻ പോകാനുള്ള കണ്ടീഷൻ വിചാരിച്ചോളൂ. ഞാൻ വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്പർ പറഞ്ഞോളൂ. 66. ചിലപ്പോൾ ഇനി വന്ന ചേട്ടനാണ് പോകാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുമോ അല്ലേ? പക്ഷെ നിങ്ങൾ അസൂയപ്പെട്ടിരുന്ന കാര്യമുള്ള ചേട്ടനാണ് ഭാഗ്യമെങ്കിൽ ചേട്ടൻ പോകും. അപ്പൊ നമുക്ക് നോക്കാം. ചേട്ടാ, എനിക്ക് മത്സരിക്കാൻ പറ്റും. മത്സരിക്കാം, ഒരു കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. പക്ഷെ ഒരാൾക്ക് പോക്ക് നടക്കുള്ളൂ, അത് ഓർത്തോണം കേട്ടോ. ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റില്ല. കുഴപ്പമില്ല, അറിയായിരുന്നാ മതി. ഒരു സംഖ്യ വിചാരിച്ചോളൂ, പെട്ടെന്ന് വിചാരിച്ചോട്ടെ. വിചാരിച്ചോളൂ. ഇനിയിപ്പോ ഈ വന്ന ചേട്ടനാണ് കല്യാണമോ കഴിക്കില്ല, ആ ചേട്ടനാണോ ബാക്കി നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. പറഞ്ഞോളൂ. 12. അപ്പൊ ചേട്ടാ ഇതാ നമ്പർ നോക്കിക്കോളൂ. ഓ, രക്ഷയില്ല. എന്ത് ചെയ്യാനല്ലേ? നമ്മുടെ കമ്പനി കുറച്ച് പൈസ ചാരിറ്റി ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ പോലും നടക്കില്ല. എന്നാ ചെയ്യാനാ? നിങ്ങൾക്ക് ഭാഗ്യമില്ലേ? എനിക്കൊരു ചാൻസ് കൂടെ തരൂ. അയ്യോ ചേച്ചി, പറ്റുകയല്ല. ഒരാൾക്ക് ഒരു ചാൻസ് ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലേ, ശരിയല്ലേ? അപ്പം നമുക്കത് പറ്റില്ല കേട്ടോ. അപ്പോൾ ശരി, കാണാം. സന്തോഷം. താങ്ക് യു. താ വിജയ. ഇതൊക്കെ ചുമ്മാ തട്ടിക്കലാണെന്നേ. ഈ രണ്ടവന്മാര് വന്ന് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് പറയൂലേ. ഇത് പറഞ്ഞു കഴിഞ്ഞ് അവരിവിടെ വന്ന് വീടും പരിസരമൊക്കെ ഒന്ന് ആദ്യം സ്കെച്ച് ചെയ്ത് വെക്കും. എന്നിട്ട് രാത്രി വേറെ ആരെങ്കിലും ടീമുമായിട്ട് വന്ന് ഇവിടെ ഉള്ള സാധനങ്ങൾ അടിച്ചിട്ട് പോകും. ഈ ഗുരുവാ സംഘത്തിന്റെ മറ്റൊരു പതിപ്പാണ്, മനസ്സിലായ? എന്താണ് എല്ലാരും കൂടി ഒരു ഡിസ്കഷൻ? ഗസ്റ്റ് ഒക്കെ ഉണ്ടായല്ല? വേറെ പണിയൊന്നും ഇല്ല. എന്തേ? ഒന്നും പറയണ്ട. ഇവിടെ ഇപ്പൊ നല്ലൊരു അടിപൊളി സംഭവം ഉണ്ടായി. രണ്ടുപേരും നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലേക്ക് ഇവിടെ വന്നിട്ട് ഉടായ്പാണ്. അവര് വന്നിട്ട് അവരൊരു ബുക്കിലൊരു നമ്പർ എഴുതും. നമ്മളപ്പോ നമ്പർ ഒരെണ്ണം വിചാരിക്കണം. അപ്പൊ നമ്മളൊരു വിചാരിക്കണ നമ്പരും അവരുടെ ബുക്കൊക്കെ നമ്പരും ഒന്നാണെങ്കിൽ നമ്മളെ എത്രയാ 3 ദിവസം ടൂറിന് കൊണ്ടുപോകുന്ന പറഞ്ഞൊരു വമ്പൻ പറ്റിക്കൽ നടന്നു.
ശരിക്ക് നേരെ വേറെ പറ്റിയിട്ട് എന്റെ ചേച്ചി ഇത് പറ്റിക്കലൊന്നും അല്ല, പിന്നെ ഉള്ളതാ. ഉള്ളതാ. എനിക്ക് അനുഭവം ഉണ്ട്. എന്ത്? അയ്യോ, കഴിഞ്ഞ മാസം ഇവർ എന്റെ കൂട്ടുകാരത്തിന്റെ വീട്ടിൽ പോയി. ഇതേ സെയിം ഗെയിം അവർ അവളെ കളിച്ചു. അവളുടെ അച്ഛനടിച്ചില്ല, ചേട്ടനടിച്ചില്ല, അമ്മയ്ക്ക് അടിച്ചില്ല, എന്റെ കൂട്ടുകാരത്തിക്ക് അടിച്ച്. 3 ദിവസമൊന്നും പറഞ്ഞിട്ട് ഇവളെയും വിളിച്ചോണ്ട് ഇവര് ട്രിപ്പിന് പോയതാ. 5 ദിവസം കഴിഞ്ഞപ്പോഴാ കൊണ്ടുവന്നാക്കിയത്. ആരാണ് കക്ഷി? ആരാണ്? നിങ്ങളൊക്കെ അറിയുന്നേ, നമ്മുടെ മോഹനൻ ചേട്ടന്റെ മോള്. മോഹൻ ചേട്ടൻ എന്ന് പറയുമ്പോ ആ പാലത്തിന്റെ അടുത്ത് താമസിക്കണ മോഹനൻ ചേട്ടന്റെ മോള്, എന്റെ കൂട്ടുകാരത്തി മായ. അതെ, ഈ ചേട്ടൻ കെട്ടാൻ പോണ പെണ്ണ്. ലക്കി